ഈമാനികമായ ഉന്നത വിധാനങ്ങളെ കീഴടക്കി ഉന്നത സ്ഥാനം നേടിയവരാണ് ബഹുമാനപ്പെട്ട ബദരീങ്ങൾ. ആരാണ് ബദരീങ്ങൾ, എന്താണ് അവരുടെ മഹത്വമെന്ന് പഠിച്ചിരിക്കൽ അനിവാര്യമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ബദരീങ്ങളുടെ ആണ്ടൊക്കെയാണ് വരാൻ പോകുന്നത്. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മഹത്വങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, കദാലിക മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക. സ്വഹാബികളിൽ എങ്ങനെയാണോ ബദറിൽ പങ്കെടുത്തവർ ഉത്കൃഷ്ടരാകുന്നത്, അതുപോലെ തന്നെയാണ് മലായിക്കത്തുകളിലും ബദറിൽ പങ്കെടുത്ത മലായിക്കത്തുകളാണ് ഏറ്റവും അത്യുന്നതരെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷികളായവരെ ഒരിക്കലും നിങ്ങൾ കേവലം മരിച്ചുപോയവരെന്ന് വിലയിരുത്തരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അവർ അള്ളാഹുവിൽ ജീവിക്കുന്നവരാണ്. ആധ്യാത്മികയുടെ ഉന്നതമായ ആരാമങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് ആത്മാവ് കൊണ്ട് അടുത്തവരാണെന്ന്, അള്ളാഹുവിന്റെ പ്രീതി സ്വായത്തമാക്കി ഉന്നതമായ പദവി നേടിയവരാണ്. അവരെ ഒരിക്കലും നിങ്ങൾ കേവലം മരിച്ചുപോയവരെന്ന് വിലയിരുത്തരുതെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. എന്താ ബദരീങ്ങൾ എന്നറിയോ? ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു അൻഹു മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ നമുക്കറിഞ്ഞിരിക്കാം ആ ചരിത്രം. അതായത് ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു അൻഹു മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഒരു രഹസ്യം മക്കക്കാർക്ക് ചോർത്തി കൊടുത്ത ഒരു സംഭവം. അത് ആ സംഭവം വെച്ച് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ഹാത്തിബ് എന്നവരെ ഞാൻ കൊല്ലട്ടെ നബിയെ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മാ യുദ്രീക യാ ഉമർ, നിങ്ങൾക്ക് എന്തറിയാം, എന്താണ് ബദരീങ്ങൾ എന്നറിയോ? ലഅല്ലല്ലാഹ ത്വലഅ അലാ അഹ്ലി ബദർ ഫഖാല ഇഅ്മലു മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞത്രേ, നിങ്ങൾ എനിക്ക് വേണ്ടി ബദ്രിൽ ഇറങ്ങിയവരല്ലേ, പരിശുദ്ധ ദീനിന് വേണ്ടി എനിക്ക് വേണ്ടി ബദ്രിൽ ഇറങ്ങിയവരല്ലേ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കട്ടക്ക് നിന്നവരല്ലേ, അതുകൊണ്ട് ഇഅ്മലു മാ ശിഅ്തും, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്യുക, ഫഇന്നി ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് വിട്ടുപുറത്ത് തന്നിരിക്കുന്നെന്ന് അള്ളാഹു ബദരീങ്ങളിൽ പറഞ്ഞതല്ലേ ഉമർ. പിന്നെ എങ്ങനെയാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതാ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കൊല്ലാൻ വേണ്ടി ഒരുങ്ങുന്നതെന്ന് അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു. അനസ് ഇബ്നു നദർ എന്നവർ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലും സ്വഹാബികളും ആദ്യമായി പങ്കെടുത്ത ബദറിൽ യുദ്ധം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇനി എങ്ങാനും ഒരു അവസരം അള്ളാഹു എനിക്ക് നൽകുകയാണെങ്കിൽ ലയറയന്നല്ലാഹു മാ അമൽ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അള്ളാഹു നിശ്ചയമായി കണ്ടിരിക്കും. അല്ലെ, അത് പറഞ്ഞതുപോലെ വാക്ക് കൊടുത്തതുപോലെ ഉഹുദ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും ശത്രുക്കളോട് പോരാടുകയും അവസാനം ഷഹീദാകുന്ന സന്ദർഭത്തിൽ ദേഹത്തിൽ 80ഓളം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. അവസാനം സഹോദരി വന്ന് വിരലിന്റെ എന്തോ പരിചയം വെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ബോഡിയെ കണ്ടെത്തുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലെ, അപ്പോ അങ്ങനെയുള്ള ഷഹീദായവർ, യുദ്ധത്തിൽ ഷഹീദായവരെ ഒരിക്കലും നമ്മൾ കേവലം അമ്വാത്തുകൾ, മരിച്ചുപോയവരെന്ന് വിലയിരുത്താൻ പാടില്ല. അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ നിഅ്മത്തുകൾ കൊടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് കളിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവരെ നമ്മൾ അങ്ങനെ കാണാൻ പാടില്ല. അള്ളാഹു ബദരീങ്ങളുടെ കാവല് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബദരീങ്ങളുടെ പേരെപ്പോഴും ഒരു കാവലാണ്. ബദരീങ്ങളുടെ പേരെഴുതി ഹജ്ജിന് പോയ ഒരു സംഭവം നമുക്കറിയാം, അല്ലെ. അവിടെ കക്കാൻ കയറിയ ആൾക്കാര് അവസാനം നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു ശബ്ദം കേട്ട് അങ്ങനെ തിരിച്ചുപോയി. പിന്നെ തിരിച്ചു വന്ന ശേഷം നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തു വെച്ചതെന്ന് ചോദിക്കുമ്പോൾ മാ ജഅൽതു ശൈഅൻ ഇല്ലാ ഖറഅതു അസ്മാ അഹ്ലി ബദർ, ഒന്നും ചെയ്തിട്ടില്ല, അസ്മാ അഹ്ലി ബദർ റളിയല്ലാഹു അൻഹും ബദറിൽ പങ്കെടുത്ത സ്വഹാബികളുടെ പേര് മാത്രമാണ് ഞാൻ എഴുതി എന്റെ വീട്ടിൽ ഒരു കാവലായി വെച്ചിരുന്നതെന്ന ഒരു സംഭവം നമുക്കറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് ബദരീങ്ങൾ. ബദരീങ്ങളുടെ മഹത്വം പറഞ്ഞാൽ തീരുന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മൾക്ക് ബദരീങ്ങളുടെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. അവരോടൊപ്പം നമ്മൾ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.